ഒരു പ്രൈസിന് വെർത്താണെന്നും നിങ്ങൾക്ക് എക്സാക്ട്ലി 100% ഷുവറായിട്ടും ഞങ്ങൾക്ക് വാക്ക് തരും. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ബേസ് മോഡൽ മുതലേ നെക്സ്റ്റ് പ്ലസ് പോയിന്റ് ട്രാഷ് കൺട്രോൾ ഓഫുള്ള ബെറ്റർ എഞ്ചിൻ റിലയബിലിറ്റി. ശരിക്കും ടൊയോട്ടയുടെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷം കിലോമീറ്റർ ഓടാൻ പറ്റും അത്രയും വിശ്വസിച്ചുള്ളൊരു എഞ്ചിനാണ്. മെയിൻ റീസൺ ഒന്നാമത് അതിൻ്റെ ഫീച്ചേഴ്സാണ്. സോ ഇതൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരുപാടധികം ഫീച്ചേഴ്സ് ടൊയോട്ട എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മളെ മനസ്സിലേക്ക് വരുന്ന ഒരേ കാര്യം എഞ്ചിൻ റിലയബിലിറ്റി. ശരിക്കും ടൊയോട്ടയുടെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷം കിലോമീറ്റർ ഓടാൻ പറ്റും അത്രയും വിശ്വസിച്ചുള്ളൊരു എഞ്ചിനാണ് ടൊയോട്ടയുടെ എഞ്ചിൻ. സോ ഇന്നത്തെ എൻ്റെ കൂടെയുള്ളത് ടൊയോട്ട ഹൈറൈഡറാണ്. ഹൈറൈഡറിൻ്റെ ബേസ് വേരിയൻ്റ് എൻ്റെ കൂടെയുള്ളത്. സോ ഇന്നത്തെ ബേസിൽ കൊണ്ടുള്ള മെയിൻ റീസൺ ഒന്ന് അതിൻ്റെ ഫീച്ചേഴ്സ്, രണ്ടാമത്തെ റീസൺ അതിൻ്റെ പ്രൈസിങ്. ഇന്നൊരു അത്യാവശ്യം ഓഫറിലാണ് അമാന ടൊയോട്ട ഇന്ന് പ്രൈസ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് അടുത്ത് പരിചയപ്പെടാം ഈ ഒരു വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസ്. സോ എല്ലാവർക്കും നമ്മൾ പുതിയ വീട്ടിലേക്ക് ഹൃദ്യമായി സ്വാഗതം. വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. സോ ഫൈനലി ഇതാണ് ടൊയോട്ട ഹൈറൈഡർ എന്ന വേരിയൻറ്റ്. എന്ന വേരിയൻറ്റ് മീൻസ് ഇതൊരു ബേസ് വേരിയൻ്റ് ആണ്. സോ ബേസിന് കൊണ്ടുള്ള മെയിൻ റീസൺ ഒന്നാമത് അതിൻ്റെ ഫീച്ചേഴ്സാണ്. സോ ഇതൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരുപാടധികം ഫീച്ചേഴ്സ് വരുന്ന ഒരു മോഡലാണ് ടൊയോട്ട ഹൈറൈഡർ. അതുപോലെ തന്നെ ശരിക്കും ഒരു വാല്യൂ ഫോർ മണി വേരിയൻറ്റും കൂടിയാണ് ഈ ഒരു എന്ന ബേസ് വേരിയൻറ്റ്. സോ നിങ്ങളൊരു ബേസ് വേരിയൻ്റ് എടുത്താലും നിങ്ങൾക്കൊരു വാല്യൂ ഫോർ മണിയാണ്, അതുപോലെ ഒരു പ്രൈസിന് വെർത്താണെന്നും നിങ്ങൾക്ക് എക്സാക്ട്ലി 100% ഷുവറായിട്ടും ഞങ്ങൾക്ക് വാക്ക് തരും. അത്യാവശ്യം ബേസിക്കായിട്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു മോഡലും കൂടിയാണ് ടൊയോട്ട ഹൈറൈഡർ. അതുമാത്രമല്ല ഈ ഒരു ഹൈറൈഡറിന് ഒരുപാട് കസ്റ്റമൈസ് ഓപ്ഷൻസും ഉണ്ട്. ഒരുപാട് കിറ്റുകളും ഇപ്പോൾ നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ്. മിഡ് നൈറ്റ് കിറ്റ് ഒരുപാട് രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് തന്നെ ചെയ്യാൻ സാധിക്കും. ഷോറൂമിൽ നിന്ന് ഇൻബിൽഡ് വരുന്നുണ്ട്. സോ സ്ട്രൈറ്റ് അവേ ഹൈറൈഡറിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലിൽ നിന്ന് കണ്ടു തുടങ്ങാം. ഒരു വെഹിക്കിളിനെ മെയിൻ ഹൈലൈറ്റ് ആക്കുന്നത് ഇതിൻ്റെ ഒരു ഗ്രിൽ യൂണിറ്റാണ്. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ലോഗോ ഫുള്ളി ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൻ്റെ അകത്ത് കവറായിട്ടാണ് ആ ഒരു ലോഗോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഐബ്രോ പോർഷൻ പോലത്തെ ഒരു ക്രോം പ്ലേറ്റിങ്ങും നമുക്കൊരു കാണാൻ സാധിക്കും. ഒരു വെഹിക്കിളിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഫ്രണ്ടിൽ കൊടുത്തുള്ളത് ആ ഒരു എലമെൻറ്റ്സ് ആണ്. സോ DR ബേസ് മോഡ് മുതൽ നമുക്ക് DR ലഭിക്കുന്നത് നേരെ താഴെ ഹെഡ്ലൈറ്റ് പോർഷൻ കാണാൻ സാധിക്കും. ഒരു പ്രൊജക്റ്റഡ് ഹാലജൻ ലാംപ്സാണ് ഈ ഒരു വെഹിക്കിളിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ആക്സറീസ് ആയിട്ട് അത് LED കൺവേർട്ട് ചെയ്യാനും സാധിക്കും. ഷോറൂമിൽ നിന്ന് ഇൻബിൽഡ് ആക്സറീസും ലഭിക്കുന്നതാണ്. നേരെ താഴെ ഗ്രിൽ യൂണിറ്റ് കാണാൻ സാധിക്കും. ഫുള്ളി ഒരു ഗ്ലോസി ബ്ലാക്കിലാണ് ഒരു ഗ്രിൽ യൂണിറ്റ് ഡിസൈൻ ചെയ്തത്. നേരെ താഴെ ഒരു ഗൺ മെറ്റാലിക് ഫിനിഷിലൊരു ബമ്പർ ലിപ്പും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. സോ ഇതാണ് ഓവറോൾ ഹൈറൈഡറിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ വരുന്നത്. സോ നമുക്ക് ഹുഡിലും ധാരാളം ക്യാരറ്റ് ലൈൻസും നമുക്ക് വരുന്നുണ്ട്. ഭയങ്കര അട്രാക്റ്റീവ് രീതിയിലാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ നേരെ സൈഡ് പ്രൊഫൈലോട്ട് പോവുകയാണെങ്കിൽ ഇനി സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു വീൽസ് നിന്ന് കണ്ടു തുടങ്ങാം. ഒരു 17 ഇഞ്ച് സ്റ്റീൽ വീൽസാണ് ഈ ഒരു വെഹിക്കിളിൽ വന്നിട്ടുള്ളത്. സോ നമുക്ക് ആക്സറീസ് ആയിട്ട് ഷോറൂമിൽ നിന്ന് ഇൻബിൽഡ് അലോയ് വീൽസും നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് അലോയ് വീൽസ് വേണമെന്നുണ്ടെങ്കിൽ ഷോറൂമിൽ നമുക്ക് ആക്സറീസ് ആയിട്ട് ചേരാൻ സാധിക്കും. 5 സ്പോക്കാണ് വീൽ എന്നുള്ളത്. ഒരു ടൊയോട്ട ലോഗും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു വീൽസ് വരുന്നത്. 4 വീല് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. സോ ബെസ്റ്റ് ഇൻ സെഗ്മെൻറ്റ്, ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് നമുക്ക് ലൈക്ക് കൊടുക്കാൻ സാധിക്കും ടൊയോട്ടക്ക്. സോ അതുപോലെ ഒരു വീൽ ആർച്ചസ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഒരു SUV ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ഒരു ബോൾഡായിട്ടാണ് അതിൻ്റെ ഒരു വീൽ ആർച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ സൈഡിൽ നമുക്ക് ധാരാളം ക്യാരറ്റ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഒരുപാടധികം ബൾക്കി തോന്നുന്ന രീതിയിലാണ് ആ ഒരു ക്യാരറ്റ് ലൈൻസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ സൈഡ് വ്യൂ മിറേഴ്സ് കാണാൻ സാധിക്കും. ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് സൈഡ് വ്യൂ മിറേഴ്സ് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ 10 ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ഇതിനൊരു സൈഡ് പ്രൊഫൈൽ വരുന്നത്. മാറ്റ് ബ്ലാക്കിലാണ് ഒരു ബോഡി കളേർഡ് കൺവേർട്ട് ചെയ്ത് സാധിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡോർ ഹാൻഡിൽ കൊടുത്തുള്ളത്. സോ ഇപ്പോൾ ഇതൊരു മാറ്റ് ബ്ലാക്ക് ആണെങ്കിലും നമുക്ക് ബോഡിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ബോഡി കളോട്ട് വൈറ്റ് ചെയ്തിൽ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. സോ ഫ്രണ്ടിൽ പറഞ്ഞ സെയിം വീലാണ് ബാക്കിലും കൊടുത്തുള്ളത്. ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു റിയർ പ്രൊഫൈൽ വരുന്നത്. സോ റിയറിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഒരു ടൈലാംസ് ആണ്. ഭയങ്കര അട്രാക്റ്റീവ് രീതിയിലാണ് ടൈലാംസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. മീൻസ് അതിൻ്റെ ഒരു വേരിയൻ്റ് നെയിമാണ് എന്ന് പറയുന്നത്. സോ ന്യൂ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നോൺ ഹൈബ്രിഡിൻ്റെ ഒരു ബാഡ്ജിങ്ങും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വെഹിക്കിളിൻ്റെ ഫുൾ നെയിം അർബൻ ക്രൂസർ ഹൈറൈഡ് എന്നാണ് ഈ ഒരു വെഹിക്കിളിൻ്റെ ഫുൾ നെയിം വരുന്നത്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ റിയർ പ്രൊഫൈൽ വരുന്നത്. ടൊയോട്ട ലോഗോ കൊടുത്തിട്ടുണ്ട്. ഹൈമോൺ സ്റ്റോപ്പ് ലാമ്പ്, ഷാഫിംഗ് ആൻറ്റിന, ഡിഫോഗർ ലെയിൻസും. സോ ഇതിൻ്റെ ടൈലാമ്പ് സ്പ്ലിറ്റഡ് ടൈലാംസ് ആണ്. താഴെയും കുറച്ച് ലാംപ്സ് കാണാൻ സാധിക്കും. ഇവിടെയും കുറച്ച് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. 10 ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലാമ്പ് ഈ ഒരു പോർഷനിലാണ് കൊടുത്തിട്ടുള്ളത്. നോർമൽ ബ്രേക്ക് ലാമ്പാണ് ഇവിടെ പ്ലേസ്. സോ ഇനി ഇതിൻ്റെ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുന്ന സമയത്ത്
മാനുവലി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ടെയിൽ ഗേറ്റ് യൂണിറ്റാണ് ഇതിന് വന്നിട്ടുള്ളത്. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ബുഡ് കപ്പാസിറ്റി വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസ് ഇവിടെയും കാണാൻ സാധിക്കും, ഇവിടെയും സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. ഈ ലിവർ ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ താഴെ ടൂൾ കിറ്റും അതുപോലെ സ്പെയർ വീലൊക്കെയുള്ള ഓപ്ഷൻസും നമുക്കവിടെ കാണാൻ സാധിക്കും. ട്രയാങ്കിളാണ് അവിടെ വെച്ചിട്ടുള്ളത്. സോ ഇതാണ് ഓവറോൾ ഇതിനൊരു ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. 60 ഫ്ലോട്ടി സ്പ്ലിറ്റഡ് സീറ്റാണ് ഇതിൻ്റെ സെക്കൻഡ് റോയിലും വന്നിട്ടുള്ളത്. സോ മാനുവലി ക്ലോസ് ചെയ്യണ ടെയിൽ ഗേറ്റ്. സോ ഇനി ഇതിൻ്റെ ഇൻറ്റീരിയറെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു കളർ തീം, ഒരു ഡുവൽ ടോൺ കളറിലാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ബ്ലാക്ക് ഫിനിഷും ഒരു ബീച്ച് കളറും നമുക്ക് കാണാൻ സാധിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഡോർ പാഡെന്ന് കണ്ടു തുടങ്ങാം. ഒരു ഡുവൽ ടോൺ കളറിലാണ് ഡോർ പാഡും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ബ്ലാക്ക് ഫിനിഷ് കാണാൻ സാധിക്കും, അതുപോലെ ഒരു ഗെഡ് മെറ്റാലിക് ഫിനിഷിൻ്റെ എലമെൻറ്റ്സും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഡോർ ലോക്ക് അൺലോക്കും ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. പവറിൻ്റെ കൺട്രോൾ ബേസ് മോഡിൽ പോലെ വന്നിട്ടുണ്ട്. ഡ്രൈവർ സൈഡ് വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ലോക്കും അൺലോക്കും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വിൻഡോ ലോക്ക് ബട്ടണും മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസും സ്പീക്കറും കാണാനായിട്ട് സാധിക്കും. സോ ഇനി സീറ്റിലോട്ട് വരികയാണെങ്കിൽ മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാണാൻ സാധിക്കും. മാനുവലി കൺട്രോൾ ചെയ്യുന്ന സീറ്റ്സും കൂടിയാണ് ഈ ഒരു ബേസ് വേരിയൻറ്റിൽ വന്നിട്ടുള്ളത്. സോ ബേസ് വേരിയൻറ്റ് മുതലേ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബട്ടൺ വരുന്നുണ്ട്. ശരിക്കും സ്റ്റാൻഡേർഡ് ഫീച്ചറാണ്. ബേസ് മോഡ് എടുത്താലും ഒരു പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നതാണ്. ഒരു പ്ലസ് പോയിന്റ് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും. സോ ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഈ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ AC വെൻറ്റുകളും ഇവിടെ കാണാനായിട്ട് സാധിക്കും. സോ ഇനി ഇതിൻ്റെ ഇൻറ്റീരിയറെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റിയറിംഗ് വീലിൽ നിന്ന് കണ്ടു തുടങ്ങാം. ബേസ് മോഡ് ആയത് കാരണം സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസ് കാര്യങ്ങൾ വന്നില്ല. സോ നിങ്ങൾക്ക് ആക്സറീസ് ആയിട്ട് സ്റ്റിയറിംഗ് വീൽ എക്സ്ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് പുതിയൊരു സ്റ്റിയറിംഗ് വീലായിട്ട് കൺട്രോൾസുള്ള ഫുൾ ഓപ്ഷൻ്റെ സ്റ്റിയറിംഗ് വീൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. സോ ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബാക്കിൽ നമുക്ക് വൈപ്പർ കൺട്രോൾസ് കാണാൻ സാധിക്കും. ഹെഡ്ലൈറ്റ് 10 ഇൻഡിക്കേറ്റേഴ്സ് ഈ ഒരു പോർഷനിലും കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ഒരു ക്ലസ്റ്റർ യൂണിറ്റ് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒരു മീറ്റർ കൺസോൾ അല്ലെങ്കിൽ ഒരു ക്ലസ്റ്റർ യൂണിറ്റ്, അതും അൺലോഗ് മീറ്റേഴ്സാണ് പേഴ്സണലി എനിക്കിഷ്ടം. സോ നമുക്കിവിടെ ഒരു RPM മീറ്റേഴ്സ് കാണാൻ സാധിക്കും. ഹീറ്റിൻ്റെ ഗേജ് കൊടുത്തിട്ടുണ്ട്. സ്പീഡോമീറ്റർ ഫ്യൂവൽ ഗേജും താഴെ കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. കളർഡ് അല്ല, ഒരു നോർമൽ TFT ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു എയറോ മാർക്ക് അനുസരിച്ച് നമുക്കതിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഒരുപാട് ഇൻഫർമേഷൻ നമുക്കതിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു മീറ്റർ കൺസോൾ വരുന്നത്. സോ നമുക്ക് നേരെ സെൻട്രൽ കൺസോൾ നോക്കുകയാണെങ്കിൽ ഇൻഫോടൈം സിസ്റ്റം നമുക്ക് ആക്സസറീസ് ആയിട്ട് ഷോറൂമിൽ ലഭിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു empty പോർഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഹസാർഡ് ലാമ്പ്, AC വെൻറ്റുകൾ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, AC ബേസ് മോഡിൽ മുതലേ. നെക്സ്റ്റ് പ്ലസ് പോയിൻറ്റ് ട്രാഷ് കൺട്രോൾ ഓഫുള്ള ബട്ടൺ, ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ്, 12 ബട്ടൺ ചാർജിങ് സോക്കറ്റ്. പ്ലസ് പോയിൻറ്റ് ഫീച്ചേഴ്സ് 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ, കോയിൻ ഹോൾഡർ, 2 കപ്പ് ഹോൾഡേഴ്സ് കാണാൻ സാധിക്കും. മാനുവൽ ഹാൻഡ് ബ്രേക്ക്, അഡ്ജസ്റ്റബിൾ ഹാൻഡ് റെസ്റ്റ്, അതിൽ കുറച്ച് സ്റ്റോറേജ് സ്പേസും. സോ ഈ ഒരു പോർഷനൊക്കെ ധാരാളം പ്രീമിയം ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു എലമെൻറ്റ്സൊക്കെ ഗ്ലോ ബോക്സ്, അത്യാവശ്യം സ്പേസുള്ള ഗ്ലോ ബോക്സ് കൊടുത്തത്. മാനുവൽ ഡിമ്മിങ് ആണ്, റിവർ മിറേഴ്സ്, ടിക്കറ്റ് ഹോൾഡറാണ് ഡ്രൈവർ സൈഡ് വന്നുള്ളത്. റീഡിങ് ലാമ്പ്, പാസഞ്ചറിൽ മിറർ വന്നിട്ടുണ്ട്. സോ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറെ കുറിച്ച് പറയാനുള്ളത്. സോ നമുക്ക് നേരെ സെക്കൻഡ് റോ കണ്ടിട്ട് വരാം. സോ ഇനി ഇതിൻ്റെ സെക്കൻഡ് റോനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ സെക്കൻഡ് റോ വന്നിട്ടുള്ളത്. നമുക്ക് കാണുന്നതിന് തോന്നും അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ടെന്ന്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡോർ പാഡ്, പവറിൻ്റെ കൺട്രോൾസ് കാണാൻ സാധിക്കും. ഡോർ ലോക്കും അൺലോക്കും ഹാൻഡിൽ യൂണിറ്റും അവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് കാണാനായിട്ട് സാധിക്കും. സ്പീക്കർ യൂണിറ്റും വന്നിട്ടുണ്ട്. സോ ഞാനിപ്പോൾ ഈ ഡ്രൈവർ സീറ്റിൽ എൻ്റെ ഡ്രൈവിംഗ് പൊസിഷനിലാണ്. എന്നിട്ടും എനിക്ക് അത്യാവശ്യം ലെഗ് റൂം ലഭിക്കുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം ബാക്കിലോട്ട് ഇറക്കിയിട്ടിടും, ഇവിടെയും അത്യാവശ്യം ലെഗ് റൂമും ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ AC കൺട്രോളിങ് യൂണിറ്റ് കാണാൻ സാധിക്കും. AC വെൻറ്റുകളും നമുക്ക് റിയറിൽ കാണാനായിട്ട് സാധിക്കും. സോ അവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. സോ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ സെക്കൻഡ് റോനെ കുറിച്ച് പറയാനുള്ളത്. ഇതിൻ്റെ ലാംപ്സ് ഈ ഒരു സൈഡ് പ്രൊഫൈലാണ് കൊടുത്തത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ടോപ്പ് എൻഡ് പോകുന്ന സമയത്ത് നമുക്ക് സൺറൂഫ് ലഭിക്കുന്നുണ്ട്, ഒരു പാനോറമിക് സൺറൂഫ് ലഭിക്കും. സോ അതിന് കാരണമാണ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിൽ ഈ ഒരു ലാംപ്സ് കൊടുത്തിട്ടുള്ളത്. ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതിൽ 2 കപ്പ് ഹോൾഡേഴ്സും കാണാനായിട്ട് സാധിക്കും. സോ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറെ കുറിച്ച് പറയാനുള്ളത്. സോ നമുക്ക് നേരത്തെ ഇതിൻ്റെ എൻജിൻ സ്പെസിഫിക്കേഷൻ കണ്ടിട്ട് വരാം. സോ ഇനി എൻജിനെ കുറിച്ച് പറയുന്ന സമയത്ത് 1.5 ലിറ്റർ K സീരീസ് മൈൽഡ് ഹൈബ്രിഡ് പെട്രോൾ എൻജിനാണ് ഈ ഒരു ഹൈ റൈഡറിന് വന്നുള്ളത്. അറൗണ്ട് 103 bhp പവറും 176 Nm ടോർക്കാണ് ഈ ഒരു വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിലൊരു ഹൈബ്രിഡ് എൻജിൻ വരുന്നുണ്ട്. ഇതിൽ അത്യാവശ്യം മൈലേജും നമുക്ക് ക്ലെയിം ചെയ്ത് കിട്ടുന്നതാണ്. സോ
ഇതാണ് ഓവറോൾ ഇതിനൊരു എൻജിൻ ബേ വന്നിരുന്നത്. ഫുള്ളി പാക്ഡ് ഉള്ള ഒരു എൻജിന് വന്നിട്ടുള്ളത്. ഭയങ്കര നൈസാണ് സൗണ്ടാണ്, കാരണം വല്ലാണ്ട് സൗണ്ട് കാര്യങ്ങളൊന്നും അകത്തോട്ട് ഫീൽ ചെയ്യില്ല. ഭയങ്കര സൈലൻ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരു വെഹിക്കിളും കൂടിയാണ് ടൊയോട്ട ഹൈറൈഡർ. ഇതാണ് ടൊയോട്ട ഹൈറൈഡർ ബേസ് വേരിയൻറ്റ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഓഫർ പ്രൈസാണ്. അറൗണ്ട് ഒരു 1 lakhിൻ്റെ അടുത്താണ് അമ്മാന ടൊയോട്ട ഇൻട്രൊഡ്യൂസ് ചെയ്ത അവരെ ഓഫർ പ്രൈസ്. സോ ഡോണ്ട് വേസ്റ്റ് ടൈം, പെട്ടെന്ന് കോൺടാക്ട് ചെയ്താൽ പെട്ടെന്ന് വെഹിക്കിൾ കിട്ടും. ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ അവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഫുൾ ഡീറ്റെയിൽസിന് അവരെ കോൺടാക്ട് ചെയ്യാം. ടെസ്റ്റ് ഡ്രൈവ് ആണെങ്കിലും ബുക്കിങ്ങിലും പെട്ടെന്ന് കോൺടാക്ട് ചെയ്താൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ വെഹിക്കിൾ കിട്ടുകയാണ്. സോ സൈനിങ് ഓഫ് ഫ്രം ഷാൻ സിയാസൻ. സീ യു ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ഗൈസ്.